മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകുന്നതായിരിക്കും ഇത്തവണത്തെ പട്ടിക. യുഡിഎഫിലെ മണ്ഡലം വെച്ചുമാറൽ ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. കൊച്ചിയിൽ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച തുടരുകയാണ്. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാൻ സാധ്യതയേറുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന എം കെ മുനീറിനെ കോഴിക്കോട് സൗത്തിൽ പരിഗണിക്കുന്നുണ്ട്. കെ എം ഷാജി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കും. എ കെ അഭിലാഷും സജോ ദേവസ്യയുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം അഭിലാഷിലേക്കാണ്. അഭിലാഷ്, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിനകത്തെ ചർച്ചയിലേക്ക് പോകാം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരൊക്കെയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളാകുക എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച് എപ്പോഴും മുതിർന്നവർക്ക് പ്രാധാന്യവും യുവാക്കളെ തഴയലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? എം കെ മുനീർ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അത് പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണോ അറിയുന്നത് അഭിലാഷ്? തീർച്ചയായിട്ടും ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ പട്ടിക വരുമ്പോൾ അതൊരു വിസ്മയം തന്നെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകും, അതോടൊപ്പം തന്നെ വനിതാ മുഖങ്ങൾക്കും പ്രാതിനിധ്യം നൽകും. അതായത് നിയമസഭയിലേക്ക് ഒരു വനിതയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തും ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 20ഓളം ആളുകളുടെ പട്ടിക, ഈ സാധ്യതാ പട്ടിക ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. യുഡിഎഫുമായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുന്നത് കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 5 പേർക്ക് സിറ്റിംഗ് MLA-മാർക്ക് ഈ പ്രാവശ്യം സീറ്റ് നൽകില്ല എന്നുള്ള വിവരം കൂടി ഏതായാലും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടേം വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്ക് തന്നെയായിരിക്കും അന്തിമ രൂപം നൽകാൻ പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആഭ്യന്തര സർവേ അടക്കം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെയാണ് വിജയസാധ്യത, അവർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് അല്പസമയങ്ങൾക്ക് തന്നെ അവർ ചർച്ചയ്ക്ക് എടുക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാണക്കാട് നിന്ന് തന്നെയായിരിക്കും ഇതിന്റെ ഒരു അന്തിമ പട്ടിക പുറത്തു വരിക എന്നുള്ള കാര്യം, അതിന്റെ സൂചനകൾ ഇത്തവണയും മാറ്റമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ മലപ്പുറത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കാരണം ഒരുപക്ഷെ ഈ പാർലമെന്ററി രംഗത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരരംഗത്ത് വരുന്നത് അവസാനത്തെ തെരഞ്ഞെടുപ്പാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലപ്പുറത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ PMA സലാമിന്റെ പേര് തിരൂരങ്ങാടിയിൽ പരിഗണിക്കപ്പെടുന്നു. അതോടൊപ്പം കെ എം ഷാജിയുടെ പേര് കാസർഗോഡ് പരിഗണിക്കുന്നു. ഏതായാലും കോഴിക്കോടായിരിക്കും ഇത്തവണത്തെ ഏറ്റവും മികച്ച പോരാട്ടം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ശ്രദ്ധ അവർ പുലർത്തുന്നുണ്ട്. അതായത് കൊടുവള്ളിയിൽ ഒരുപക്ഷെ PK ഫിറോസിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള വിവരം വരുന്നു. അതോടൊപ്പം തന്നെ കുന്നമംഗലത്തും ബാലുശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങൾ വെച്ചുമാറാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഏതായാലും തിരുവമ്പാടിയാണ് അവസാന ഘട്ടത്തിൽ വെച്ചുമാറാൻ സാധ്യതയുള്ള മണ്ഡലമായി വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ വെച്ചുമാറുന്നില്ല എങ്കിൽ അവിടെ ഒരുപക്ഷെ CK കാസിമിന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള വിവരം കൂടി ആണ് ഈ ഘട്ടത്തിൽ വരികയും ചെയ്തത്. സജോ ദേവസ്യയിലേക്ക്. സജോ, ഇപ്പോൾ കൊച്ചിയിൽ ചർച്ചകൾ നടക്കുകയാണ് ലീഗും കോൺഗ്രസും തമ്മിൽ. തിരുവമ്പാടിയുടെ കാര്യത്തിൽ ഒരു വെച്ചുമാറലിന് തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങളാണല്ലോ. എന്താണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇന്ന് തന്നെ അതിലൊരു തീരുമാനം പ്രതീക്ഷിക്കാമല്ലേ സജോ? സ്മൃതി, ഉറപ്പായും ഇന്ന് തന്നെ ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് നേതാക്കൾ ലക്ഷ്യമിടുന്നത്. ലീഗ് നേതാക്കളും പറഞ്ഞത് ഇന്ന് ഉഭയകക്ഷി ചർച്ച പൂർത്തീകരിക്കും. ഇനി ഇക്കാര്യത്തിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയില്ല. ഇന്നത്തോടുകൂടി അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന നേതാക്കൾ. എറണാകുളം ആലുവ പാലസിലാണ് കൂടിക്കാഴ്ച. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കാളികളാകുന്നത്. പ്രധാനമായും കോൺഗ്രസിന് വലിയ താല്പര്യമുണ്ട് തിരുവമ്പാടി ഏറ്റെടുക്കുന്നതിന്. ലീഗ് ആ സീറ്റ് വിട്ടു നൽകാനുള്ള താല്പര്യം നേരത്തെ അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിനോട് അനുകൂലിച്ചുള്ള ഒരു നിലപാടൊക്കെ ലീഗിൽ നിന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി കിട്ടുകയാണെങ്കിൽ അവിടെ VS ജോയിയെ പരിഗണിക്കാം എന്ന അഭിപ്രായമൊക്കെ കോൺഗ്രസിൽ സജീവമായി ഉയർന്നു വരികയാണ്. നിലമ്പൂരിന്റെ കാര്യത്തിൽ നേരത്തെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അർഹതപ്പെട്ട സീറ്റ് VS ജോയിക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തിരുവമ്പാടിയുടെ കാര്യത്തിൽ എന്നത് വളരെ പ്രധാനമാണ്. കാരണം തിരുവമ്പാടി സീറ്റ് വീണ്ടെടുക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് വളരെ പ്രധാനമാണ്. തിരുവമ്പാടി വിട്ടു നൽകാം, പക്ഷേ പട്ടാമ്പി വേണം എന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവമ്പാടി ഏറ്റെടുക്കുകയും പട്ടാമ്പി നിലനിർത്തുകയും വേണം എന്ന തരത്തിലുള്ള പ്രാദേശിക അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അതിലൊരു ധാരണയുണ്ടാകും എന്നതാണ് പ്രധാനം. പുനലൂരിന് പകരം ചടയമംഗലം, കോങ്ങാടിന് പകരം ബാലുശ്ശേരി എന്നിങ്ങനെ ലീഗിന്റെ സീറ്റുകൾക്ക് പകരം വെച്ചുമാറ്റം അങ്ങനെയാണ്. അതായത് 3 സീറ്റുകളുടെ കാര്യത്തിലാണ് പ്രധാനമായും. മൊത്തം 6 സീറ്റുകൾ വരും, 3 വെച്ചുമാറ്റം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു ചർച്ച പുരോഗമിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നത്തോടുകൂടി അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ചർച്ച പൂർത്തീകരിച്ച് ഉച്ചയോടുകൂടി തന്നെ ഈ ചർച്ച പൂർത്തീകരിക്കും വിധമാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഏതായാലും ആലുവ പാലസിൽ നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചന തുടരുകയാണ്. ശരി, സജോ ദേവസ്യയും അഭിലാഷുമാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിലെ തീരുമാനവും ഉപയോഗിച്ച് ചർച്ചയും ഇന്ന് പൂർത്തിയാകും.